ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സുന്ദാസ് ടൈം. ഇന്ന് നമ്മളിവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമായ റേഷൻ പച്ചരി 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിൽ ബോയിൽ ചെയ്ത ഉരുളക്കിഴങ്ങാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് രണ്ടും കൂടെ മിക്സിയിലിട്ട് നമുക്ക് സാൾട്ടും കൂടി ആഡ് ചെയ്തതിന് ശേഷം ഇതേപോലെ മാവ് അരച്ചെടുക്കാം. ഇത് ദോശ ചുടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനാവശ്യമായ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, സവാള കുഞ്ഞിതായി അരിഞ്ഞത്, കാപ്സിക്കം കുഞ്ഞിതായി അരിഞ്ഞത്, 2-3 പച്ചമുളക് കുഞ്ഞിതായി അരിഞ്ഞത്. ഒരു പാനിൽ ഓയിൽ ആഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് കടുക് ഇട്ടതിന് ശേഷം അരിഞ്ഞു വെച്ച സവാള ആഡ് ചെയ്ത് കൊടുക്കാം, കാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ജീരകം, 1/2 ടീസ്പൂണോളം ജീരകം ആഡ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് സാൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കായം പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. കായം പൊടി ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം മാവിലോട്ട് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നല്ലപോലെ മിക്സ് ചെയ്യണേ. മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് 1 പിഞ്ച് ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ദോശപ്പാനിൽ വെച്ചിട്ട്, ഇതിന് എണ്ണ ആവശ്യമില്ല, ദോശപ്പാനിലേക്ക് 2 തവി ഈ മാവൊന്ന് ദോശ പോലെ നമുക്കൊന്ന് പരത്തിയെടുക്കാം. മൂടി വെച്ച് വേവിച്ചതിന് ശേഷം നമുക്കിതെടുക്കാം. നല്ല ടേസ്റ്റിയായ, നല്ല വെറൈറ്റിയായ ഒരു ദോശയാണിത്. ഉരുളക്കിഴങ്ങ് ദോശ, വെജിറ്റബിൾ ദോശ. തിരിച്ചും മറിച്ചും ഇട്ട് എണ്ണ ഇതിന് ആവശ്യമില്ല, ഇതേപോലെ വേവിച്ചെടുക്കാം. നല്ല പോലെ വന്നിട്ടുണ്ട്. നല്ല വെറൈറ്റി ആയൊരു നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. ദോശ നമ്മൾ കഴിച്ച് മടുത്തവർക്ക്, സാധാരണ ദോശ കഴിച്ച് മടുത്തവർക്ക് ഇതേപോലെ വെറൈറ്റി ആയ ദോശ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത ബെല്ല് വേണം എനേബിൾ ചെയ്യാൻ, അതിലാൾ വേണം പ്രസ് ചെയ്യാൻ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഓക്കെ ബൈ. അടുത്ത റെസിപ്പി കാണുന്നവരെ.